ഇൻസ്റ്റഗ്രാം റീലിലൂടെയുള്ള ലൈംഗിക അതിക്രമാരോപണത്തിൽ മനംനൊന്ത കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ യുവതി ഒളിവിലെന്ന സൂചന പുറത്തുവരുമ്പോൾ എന്തേ ഈ യുവതിയെ പിടിക്കാൻ ഇവർക്ക് പാങ്ങില്ലേ? വടകര സ്വദേശി ഷിംജിത മുസ്തഫയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മൂന്നാം പക്കം ദീപകിന്റെ അമ്മ നൽകിയ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ യുവതി ഒളിവിൽ പോയെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിനൊപ്പം യുവതിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ സൈബർ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. ബസ് യാത്രക്കിടെ ഉണ്ടായ സംഭവം വടകര പോലീസിനെ അറിയിച്ചിരുന്നതായി യുവതി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് വടകര ഇൻസ്പെക്ടർ വ്യക്തമാക്കിയതോടെ യുവതിയുടെ വാദം പൊളിഞ്ഞു. ഇതോടെ യുവതി കൂടുതൽ പ്രതിസന്ധിയിലായി. സോഷ്യൽ മീഡിയയിൽ വിമർശനം ശക്തമായതോടെ യുവതി തന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നീക്കം ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ ഉത്തരമേഖല DIG നേരിട്ട് അന്വേഷണം നടത്തണമെന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കപ്പെട്ടതിൽ മനം നൊന്താണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിക്കുന്നു. ദൃശ്യങ്ങൾ വൈറലായതോടെ ദീപക് മാനസികമായി തകർന്നിരുന്നുവെന്ന് സുഹൃത്തുക്കളും മൊഴി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട 24 ന്യൂസ് ചാനലിലെ എൻകൗണ്ടർ സംവാദ പരിപാടിയുടെ ആമുഖത്തിൽ കത്തിക്കയറി അവതാരകൻ ഹാഷ്മി. കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് തന്നെയാണ് ഹാഷ്മി പറഞ്ഞിരിക്കുന്നത്. സ്ത്രീവിരുദ്ധത ചാപ്പ കിട്ടുമോ എന്ന് അറിയില്ല, കിട്ടിയാലും തരക്കേടില്ല, അമ്മയും ഒരു സ്ത്രീ തന്നെയാണ്. ആ കണ്ണുനീർ കേരളത്തിന്റെ വേദനയാകുന്ന ഒരു വല്ലാത്ത ദിവസം. അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഈ കോട്ടുമിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞാണ് ഹാഷ്മി തുടങ്ങുന്നത്. ഈ വീഡിയോ വൈറലാവുകയാണ് ചെയ്യുന്നത്. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് യുവതി വീഡിയോ പങ്കുവച്ചതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് വിശകലനം ചെയ്തുകൊണ്ടാണ് തുടക്കം. വീഡിയോ ദീപക് ദൂരെ നിൽക്കുമ്പോൾ തന്നെ അതീവ നൈപുണ്യത്തോടെ, അതായത് ഫോട്ടോഗ്രാഫി സ്കിൽ ഉപയോഗിച്ച് എടുത്തതാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകൻ MR അഭിലാഷ് നിരീക്ഷിച്ചിരുന്നു. ആദ്യം ഹാഷ്മിയുടെ ആമുഖത്തിലേക്ക്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല, പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധത ചാപ്പ കിട്ടുമോ എന്നറിയില്ല, കിട്ടിയാലും തരക്കേടില്ല, അമ്മ ഒരു സ്ത്രീ തന്നെയാണ്. കേരളത്തിന്റെ വേദനയാകുന്ന ഒരു വല്ലാത്ത ദിവസം. അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഈ കോട്ടും എടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? വീടിന്റെ ഉമ്മറത്തൽ അകാലത്തിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങിക്കിടക്കുന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. പ്രായം കേവലം 42 ഉള്ളൂ. ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി, മുത്തേ നിന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോടാ മോനെ എന്ന വേദനിക്കുന്ന പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാത്തവരാണോ കേരളം? ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഃഖമെന്നാണ്. ദീപകിന്റെ തലയ്ക്കൽ കൊളുത്തിവെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും ആ കുടുംബത്തിനും ഒരേ ഒരു വെളിച്ചം താനെ അങ്ങ് കെട്ടുപോയതല്ല. റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ ഒരു സ്ത്രീ അടിച്ചുകെടുത്തിയതാണ്, ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. അങ്ങേയറ്റം വേദനയുണ്ടാകുന്ന ആത്മഹത്യയിലേക്ക് ചാടി വീണ അവരുടെ രാഷ്ട്രീയവും മതവും ചികഞ്ഞ് 10 വോട്ടിനുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരുണ്ട്. ചീറ്റി നിൽക്കുന്ന ചെന്നായ്ക്കൾ അത്തരക്കാരെ വിട്ടേക്കൂ. ഇവിടെ പ്രശ്നം അതല്ല. അക്കാലം അത്രയും എല്ലാവരും നല്ലതു മാത്രം പറഞ്ഞൊരാൾ, രാവന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കിവിറ്റ് കഴിവേറ്റിയതാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആഞ്ഞുവാദിക്കണമെന്ന ഉത്തരവാദിത്വത്തിൽ മാത്രമല്ല, വീഡിയോ പല ആവർത്തി കണ്ട ബോധ്യത്തിൽ പറയുന്നു. ആ യുവാവ് 110% നിരപരാധി. ഭാരമുള്ള ഒരു ബാഗ് ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ചിന് കോപ്പ് കിട്ടിയെന്ന ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗിക അതിക്രമം പകർത്തിയത് ആരോട് പറയാനാണ്? ആദ്യം ഇട്ടൊരു വീഡിയോ എറിച്ചില്ല, പിന്നെ സ്ലോ മോഷൻ പല ആംഗിളിൽ എഡിറ്റ് ചെയ്ത് സാരോപദേശം കയറ്റിയ വീഡിയോ ഇന്നലെ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചയ്ക്ക് വെട്ടിക്കീറി ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോളിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു #, അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാപട്ടിക്കാരെ നാണമുണ്ടോ? യഥാർത്ഥ പരാതികളെ തുലയ്ക്കലാണ് നിങ്ങളുടെ പണി. ശരിയായ പരാതിയിൽ ആർജവത്തോടെ അവൾക്കൊപ്പമാണ്. പക്ഷേ ഈ വ്യാജങ്ങളെ, അല്ലെങ്കിൽ ഈ വ്യാജ സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപാരതകളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം ഈ മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരയായ ആൺശവങ്ങൾ. ഏതോ സമാന്തര ലോകത്തെ ലൈക്കത്രയും നോക്കി പൂണ്ടിരിക്കുന്ന പെർവേർട്ടുകൾ അടങ്ങരുത്. ഫോണും തൂക്കി ഇറങ്ങണം. ഗോവിന്ദപുരത്തെ അമ്മയുടെ കണ്ണീരും അതിന്റെ വായ്ക്കിരിയും കൂടി പിടിച്ച അതിന്റെ വീഡിയോ തള്ളിക്കയറ്റ.
കുത്തിക്കേറട്ടെ ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ ആർത്തി. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഹാഷ്മി നിർത്തുന്നത്. ഹാഷ്മിയുടെ അത്രയൊക്കെ തന്നെ ആവേശത്തോടെ പറയാൻ നമുക്കും കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ സത്യത്തിൽ ഈ ഓരോ വീട്ടമ്മമാരുടെയും ഓരോ അച്ഛന്റെയും അമ്മയുടെയും ഇതുപോലെ പൊലിഞ്ഞുപോയ ഇപ്പോഴും പുറത്തിറങ്ങാൻ നാണം കെടുന്ന മക്കളുടെയൊക്കെ തന്നെ അവസ്ഥയാണ്. ഇനി വീഡിയോയിലെ അസ്വാഭാവികതയെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. ഡോക്ടർ എം.ആർ. അഭിലാഷിന്റെ വാദങ്ങളാണ് കൃത്യമായി അവിടെ വരുന്നത്. ഈ ആരോപണം ഉയർത്തിയ വ്യക്തി മരണപ്പെട്ട ആളിൽ നിന്നും കുറച്ച് ദൂരം പാലിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ഒരു ഫോട്ടോഗ്രാഫിയുടെ സ്കില്ലോടുകൂടി അയാളെ ഫ്രെയിമിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സുന്ദരമായ സെൽഫി എടുക്കുന്ന രീതിയിലുള്ള ശൈലിയിലാണ് ഇത് പകർത്തിയിരിക്കുന്നത്. ആദ്യത്തെ വിഷ്വലിൽ അദ്ദേഹം ദൂരെ നിൽക്കുമ്പോൾ ഒരു തരത്തിലും ശാരീരികമായി സ്പർശനം ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ബോധപൂർവം വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തിന്റെ ഉദ്ദേശമായിരിക്കാം? ഇത് കെണിവെച്ച പിടികൂടുകയായിരുന്നില്ലേ? സ്പർശനത്തിന്റെ സത്യാവസ്ഥ എന്താണ്? വാഹനത്തിൽ അദ്ദേഹത്തിന്റെ കൈ പാസീവ് ആയിട്ട് സ്പർശിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹം തന്റെ ബാഗോ മൊബൈൽ ഫോണോ മറ്റെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സ്പർശനം ഉണ്ടാകുന്നത്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സംഭവിച്ച കാര്യത്തെ സ്ലോ മോഷനിലിട്ട് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈർഘ്യമാണ് ആ വീഡിയോയിലുള്ളത്. ഇത് വലിയൊരു ദുഷ്ടലാക്ക് തന്നെയാണ്. നിയമ സംവിധാനത്തെ തഴഞ്ഞുള്ള നടപടി. പോലീസിനെ ഡയൽ ചെയ്യാനോ കണ്ടക്ടറെ അറിയിക്കാനോ കഴിയുമായിരുന്നിട്ടും അപകീർത്തിപ്പെടുത്തുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ പോകേണ്ടി വരുമെന്നൊക്കെയുള്ള വാദങ്ങൾ യുക്തിരഹിതമാണ്. ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉണ്ടായാൽ കേരളത്തിലെ പോലീസ് ഉടൻ ഇടപെടാറുണ്ട്. സത്യാവസ്ഥ പരിശോധിക്കാൻ ആർക്കും താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. മനുഷ്യാവകാശ വിഷയം ഇതൊരു സ്ത്രീ പുരുഷ വിഷയമല്ല. അടിസ്ഥാനപരമായി ഇതൊരു മനുഷ്യാവകാശ വിഷയം തന്നെയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ ത്വരിതമായി ഇടപെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നടപടി എടുത്തിട്ടുമുണ്ട്. മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാതെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നിർത്താൻ ബസ്സുകളിലും മെട്രോയിലും കൃത്യമായ അറിയിപ്പുകൾ നൽകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാവരും ഇത്തരം നാടകങ്ങളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നത് വ്യക്തം. തിങ്കളാഴ്ച ദീപകിന്റെ അമ്മ കന്യക കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതി മെഡിക്കൽ കോളേജ് സബ് ഡിവിഷൻ ACP ഓഫീസിൽ ലഭിച്ചതുപ്രകാരമാണ് കേസെടുക്കുന്നതെന്ന പ്രഥമ വിവരം റിപ്പോർട്ട് പുറത്തുവന്നു. മെഡിക്കൽ കോളേജ് SI VR അരുണിനാണ് അന്വേഷണ ചുമതല. ദീപകിന്റെ മരണത്തിൽ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് വീട്ടിലെത്തി മാതാപിതാക്കളായ ചോയുടെയും കന്യകയുടെയും മറ്റു ബന്ധുക്കളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. അനുശോചന രേഖപ്പെടുത്താൻ എത്തിയ മുൻ ഗോവ ഗവർണറും മുതിർന്ന BJP നേതാവുമായ PS ശ്രീധരൻപിള്ളയും ഈ സമയം ദീപകിന്റെ വീട്ടിൽ എത്തിയിരുന്നു. യുവതിക്കെതിരായ കേസ് നടത്തിപ്പിൽ എല്ലാ പിന്തുണയും നൽകുമെന്ന് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറും ദീപകിന്റെ മാതാപിതാക്കൾ സന്ദർശിച്ച ശേഷം അറിയിച്ചു.